ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ ലീഡേഴ്സ്. ഫസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുക. നമുക്കിടയിൽ എത്ര പേര് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുണ്ട്? വിജയത്തിൽ വിജയം ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കൈപ്പൊക്കുമോ? അടുത്തൊരു ചോദ്യം, നമ്മളിൽ എത്ര പേർക്ക് എക്സാക്റ്റ്ലി കൃത്യമായിട്ട് എന്ത് വേണമെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഉദാഹരണത്തിന്, നിങ്ങൾ സമ്പന്നനാവണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ കൃത്യമായിട്ട് എത്ര പണം അല്ലെങ്കിൽ എത്ര സ്വത്ത് സമ്പാദിക്കണമെന്നാണ് നിങ്ങളായിരിക്കുന്ന അറിയുന്നവർ ആരോ ഉണ്ടോ? കൈപ്പൊക്കാൻ ആരുമില്ല അല്ലേ? ഇവിടെ നിന്നാണ് ഇന്ന് നമ്മൾ ഒരു പുസ്തകത്തിൻ്റെ ചർച്ച തുടങ്ങുന്നത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ചിന്തിച്ച് സമ്പന്നനായിട്ട് വളരൂ എന്നുള്ള പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം. പുസ്തക വായന ഇതിനെക്കുറിച്ചുള്ള അറിവ് പങ്കിന് തുല്യമാവില്ല എന്ന് പ്രത്യേകം ഓർക്കാം. നമ്മളൊക്കെ ഒരുപാട് തവണ വായിച്ചത് കൊണ്ടാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കണ്ടൻറ് ഉണ്ടാക്കാൻ പറ്റുന്നത്. വായിക്കുക, പുസ്തകം പോയി വാങ്ങുക. ഒരിക്കലും നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങിയാൽ നിങ്ങൾക്കതൊരു നഷ്ടമാവില്ല. എന്താണ് റിച്ച്നെസ്? സമ്പന്നത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന്, അത് നമ്മുടെ ആത്മവിശ്വാസമാണ്. രണ്ട്, നമ്മുടെ ലക്ഷ്യമാണ്. മൂന്ന്, വിജയമാണ്. പിന്നെ സ്വന്തത്തിലുള്ള സെൽഫ് ബിലീഫ്, സ്വന്തത്തിലുള്ള വിശ്വാസമാണ്. ഈ റിച്ച്നെസ് നമ്മൾ കൈവരിച്ചാൽ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്താണ്? അത് പണമാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ ഒരുപാട് സമ്പന്നരില്ലേ? ഒരുപാട് സമ്പന്നർ, രവി പിള്ളൈ, എം.എ. യൂസുഫ് അലി, ഇവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് താഴോട്ട് വന്നിട്ട് വീണ്ടും ഉയർന്നു വന്നവരാണ്. പാവപ്പെട്ടവരായി വന്നിട്ടും പിന്നീട് ധനികരായി മാറിയവരാണ്. എന്താണ് അവരെ മുന്നോട്ട് നയിച്ചത്? അവർക്ക് ഒരുപാട് കോടികൾ സമ്പാദിച്ച് സീറോയിലെത്തി പിന്നെയും കോടികളിലേക്ക് എത്താൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇവിടെ സീറോ പണിയിൽ നിന്നിട്ട് വീണ്ടും സീറോയിൽ തന്നെ കിടക്കുന്നവരാണ് മഹാഭൂരിഭാഗം ആൾക്കാർക്കും. അവർക്ക് ഈ റിച്ച്നെസ് ഇല്ലാതായി പോയതാണ് അവർ വീണ്ടും സീറോയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ റിച്ച്നെസ് കുറഞ്ഞു പോയതുകൊണ്ടാണ്. എന്നാൽ സീറോയിൽ നിന്ന് വീണ്ടും കോടികളിലേക്ക് ജയത്രായത്തെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചവർക്ക് റിച്ച്നെസ് ഉള്ളത് കൊണ്ടാണ്. ആത്മവിശ്വാസമുണ്ട്, വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട്, വിജയമുണ്ട്, പിന്നെ സ്വന്തത്തിൽ വിശ്വാസമുണ്ട്. പലപ്പോഴും എം.എ. യൂസുഫ് അലിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ റിച്ച്നെസ് അവരുടെ വാക്കുകളിലൂടെയൊക്കെ പ്രതിഫലിക്കും നമ്മൾ കാണാറുണ്ട്.